ഹായ് ഓൾ, ഇന്ന് നമുക്ക് തക്കാളി ചക്കക്കുരും കൂടെ തേങ്ങ അരച്ച് വെച്ച കറി നോക്കാം. അപ്പോൾ ഞാനിപ്പോൾ തക്കാളി ചക്കക്കുരും കൂടെ ഏകദേശം വേവിക്കാനായിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് കറിവേപ്പില, അതുപോലെ തന്നെ തേങ്ങ ചിരകി നമ്മൾ തേങ്ങ മിക്സിയിൽ അടിച്ചത് കൂടെ ഒഴിച്ചു കൊടുത്ത് ഒന്ന് തിളപ്പിച്ചെടുക്കുകയാണ്. അതാണ് ഇപ്പോൾ അടുപ്പത്ത് വെച്ചിരിക്കുന്നത്. ഇത് അത്യാവശ്യം നന്നായിട്ട് ചക്കക്കുരും തക്കാളിയും എല്ലാം കൂടെ വെന്ത് നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇനി എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് ഇതിലേക്ക് മൂപ്പിച്ച് ഒഴിക്കാനുള്ള സാധനങ്ങളാണ്. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു ചട്ടിയിലേക്ക്. പിന്നെ കുറച്ച് സവാള അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്, വേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൽ കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരല്പം മുളക് പൊടി, പിന്നെ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതാണ് നമുക്ക് താളിക്കാനുള്ളത്. അപ്പോൾ ഏകദേശം ചക്കക്കുരും തക്കാളിയും എല്ലാം നന്നായിട്ട് വെന്ത് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മൂപ്പിച്ചൊഴിക്കാനുള്ളത് ഒന്ന് അടുപ്പിട്ട് വയ്ക്കാം. നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം മൂപ്പിച്ചൊഴിക്കാനുള്ളത്. ഇതിലേക്ക് ഞാനിപ്പോൾ കുറച്ച് മുളക് പൊടിയാണ് എടുത്തിട്ടുള്ളൂ. ഞാൻ ഓൾറെഡി കറിയിൽ അത്യാവശ്യം മുളക് പൊടി ചേർത്തിട്ടുണ്ടായിരുന്നു തേങ്ങ അരച്ചപ്പോഴൊക്കെ. അതുകൊണ്ട് മൂപ്പിച്ച് വയ്ക്കാൻ കുറച്ച് മഞ്ഞൾപ്പൊടിയാണ് ഇട്ടിട്ടുള്ളൂ. കുറച്ച് മുളക് പൊടി മഞ്ഞൾപ്പൊടി മാത്രമേ ഇട്ടിട്ടുള്ളൂ. നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഏകദേശം അത് നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ഇളക്കി കൊടുക്കാം. നമുക്ക് ആവശ്യത്തിന് ഉപ്പൊക്കെ നോക്കാം. ഉപ്പ് കുറവാണെങ്കിൽ കുറച്ചുകൂടി ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഇവിടെ തക്കാളിയും ചക്കക്കുരും കൂടെ തേങ്ങ അരച്ച് വെച്ചത് റെഡി ആയിരിക്കുകയാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ.